ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പ്ലാന്റാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. അങ്ങനെ അധികം കെയറൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ പൂക്കളൊക്കെ തരുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മിക്കതും തായ്ലൻഡ് വെറൈറ്റീസൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം റേറ്റൊക്കെ വരുന്ന പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. എല്ലാം തായ്ലൻഡ് വെറൈറ്റീസൊക്കെയാണ് കേട്ടോ. അതിൽ ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ നോർമൽ വെറൈറ്റീസ്. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സൊക്കെ അയച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്യൂട്ടബിളുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ അയച്ചു തരുന്നത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സാണ് ഉള്ളതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എല്ലായിടത്തും നല്ല മഴയൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ. 10ാമത്തെ വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോ ഇടാത്തത്. പിന്നെ ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ 10ാമത്തെ വീഡിയോ ആണല്ലോ. ഇനിയിപ്പോൾ ഈ 10 വീഡിയോയിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ 3 പേർക്കായിരിക്കും നമ്മൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ ഉച്ചയ്ക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒരുപാട് പൂക്കൾ ഇതുപോലെ കൊലകൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന നല്ല പ്ലാന്റാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പോൾ എല്ലാ വെറൈറ്റിയിലും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കളാകും. ഈ പ്ലാന്റ് ഇപ്പോൾ സെയിലിനായിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ പിങ്ക് റെയിൻബോ എന്ന് പറയുന്നൊരു പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെ പൂത്ത് കഴിഞ്ഞാൽ ഏകദേശം 1-1.5-2 മാസത്തോളം പൂക്കളൊക്കെ ഇതുപോലെ നിറഞ്ഞ് നിൽക്കും കേട്ടോ. അതിന് ശേഷം മാത്രമേ പൂക്കളൊക്കെ പോകത്തുള്ളൂ. മഴയൊക്കെ പെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര മഴയായിട്ട് ഒരുപാട് വെള്ളം അങ്ങ് വീണ് കഴിഞ്ഞാലാണ് പ്ലാന്റിന് കുഴപ്പം വരുന്നത്. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ വിൻകേ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഈ പ്ലാന്റിന് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് ഇത് നല്ല വെയിലത്ത് തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ അതികഠിനമായ ചൂട്, അതായത് 12 മണിക്കൊക്കെ അടിക്കുന്ന അത്രയും ഭയങ്കര വെയിൽ കൊള്ളാതിരുന്നാൽ മാത്രം മതി കേട്ടോ. എന്നാലും നല്ല രീതിയിൽ വെയിലടിച്ചാലാണ് നല്ല രീതിയിൽ കളറുള്ള പൂക്കളൊക്കെ വലിപ്പമുള്ള പൂക്കളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റാണ് ഉള്ളതെന്ന് പറയാവേ. ഇത് നമ്മുടെ സാൽമൺ ഡസ്റ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. പിന്നെ ഈ കാണുന്നത് നോർമൽ വെറൈറ്റിയാണേ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം തായ്ലൻഡ് വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കാണിച്ചത് നമ്മുടെ ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഇത് പേര് മറന്നു കേട്ടോ, കിട്ടുമ്പോൾ പറയാം. പിന്നെ ഇത് യെല്ലോ സ്റ്റാർ, അങ്ങനെ കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ പിക്കൊക്കെ ഇട്ട് റേറ്റും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ കേട്ടോ. കോൾ ഒഴിവാക്കുക. അപ്പോൾ എപ്പോഴും കോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അതാണേ. അപ്പോൾ വാട്സപ്പിൽ വരുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ പേരൊക്കെ ചോദിച്ചാൽ എനിക്കറിയാവുന്നുള്ളതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു പ്ലാന്റിൻ്റെ പേര് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ, എന്തോ മിസ്റ്റേക്ക്. എന്തായാലും താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ഞാനത് പറഞ്ഞു തരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.